ഗുജറാത്തിലെ വിമാന അപകടത്തിൽ മുഴുവൻ യാത്രക്കാരും മരിച്ചതായി അഹമ്മദാബാദ് പോലീസ് വ്യക്തമാക്കുന്നു. അങ്ങേയറ്റം ദുഃഖകരമായ വാർത്ത തന്നെയാണ്. അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതുതായി അറിയാൻ കഴിയുന്നത് എയർ ഇന്ത്യ സിഇഒയെ DGCA വിളിച്ചു വരുത്തും എന്നാണ്. അപകട കാരണങ്ങളെക്കുറിച്ചുള്ള വ്യക്തത ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം ഒരുപക്ഷെ അവരുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. എന്തായാലും തുടരന്വേഷണങ്ങളൊക്കെ ഇനിയും വരേണ്ടതുണ്ട്, വ്യക്തത വരേണ്ടതുണ്ട്. എന്താണ് അപകട കാരണം എന്നത് സംബന്ധിച്ച് നന്ദനിലേക്ക് പോവുകയാണ്. നന്ദൻ, അപകടത്തിൻ്റെ വ്യാപ്തി എത്രത്തോളം വലുതാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായതാണ്. കാരണം ടേക്ക് ഓഫിനിടയിൽ ഏകദേശം 3 മിനിറ്റുകൾക്കുള്ളിലാണ് വിമാനം മുഴുവൻ ഇന്ധനവും നിറച്ചുകൊണ്ട് ഇത്തരത്തിൽ തകർന്നു വീഴുന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരു പൊട്ടിത്തെറി, ഒരു തീഗോളമായി മാറുന്ന കാഴ്ച നമ്മൾ കണ്ടതാണെന്ന് മാത്രമല്ല, ഇതിൻ്റെ വ്യാപ്തി കൂട്ടിയത് അതൊരു ജനവാസ മേഖലയിലേക്ക് കൂടി പതിച്ചു എന്നുള്ളത് കൊണ്ടാണ്. അതായത് 242 യാത്രക്കാരും മരിച്ചു. അതോടൊപ്പം ഇത് പതിച്ച സ്ഥലത്തെ ആളുകൾക്കും അത് മെഡിക്കൽ വിദ്യാർത്ഥികൾക്കും മരണം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയല്ലേ കണക്കുകൾ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത്? എങ്ങനെയാണ് ഈ അവസാന മണിക്കൂറുകളിൽ? മുഴുവൻ യാത്രക്കാരും അതേപോലെ തന്നെ ഉണ്ടായിരുന്ന ക്രൂവും 242 പേരും മരണപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന വിവരങ്ങൾ. ഒരുപക്ഷെ സ്വതന്ത്ര ഇന്ത്യ കണ്ട രണ്ടാമത്തെ വലിയ വിമാന അപകടമെന്ന് വേണം ഇതിനെ വിലയിരുത്താൻ. 1996 ഹരിയാനയിൽ ഒരു മിഡ് എയർ കൊലീഷൻ ഉണ്ടായിരുന്നു. അതായത് സൗദി എയർലൈൻസും കസാക്കിസ്ഥാന്റെ എയർലൈൻസും തമ്മിൽ ആകാശമധ്യേ കൂട്ടിമുട്ടിയുണ്ടായ അപകടത്തിൽ അന്ന് 349 പേർക്ക് 1996 ഹരിയാനയിൽ വെച്ച് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. അതിനുശേഷം അല്ലെങ്കിൽ സ്വതന്ത്ര ഇന്ത്യയിൽ കണ്ട രണ്ടാമത്തെ വലിയ വിമാന അപകടം, അതായത് 242 പേർക്ക് വിമാനത്തിലുണ്ടായിരുന്നവർക്ക് മാത്രം ജീവൻ നഷ്ടപ്പെട്ടു. അതിന് പുറമെയാണ് മെഡിക്കൽ വിദ്യാർത്ഥികൾ അടക്കമുള്ളവരുടെ സംഖ്യ. ഔദ്യോഗികമായ സ്ഥിരീകരണങ്ങൾ ഇനിയും വരേണ്ടിയിരിക്കുന്നു. 242 പേർ മരണപ്പെട്ടു വിമാനത്തിലുണ്ടായിരുന്നവർ. കൂടാതെ 5 മെഡിക്കൽ വിദ്യാർത്ഥികളും മരണപ്പെട്ടു എന്നുള്ളതാണ് സ്ഥിരീകരിക്കാത്ത അനൌദ്യോഗികമായ വിവരങ്ങൾ. സ്ഥിരീകരിച്ച അനൌദ്യോഗിക വിവരങ്ങൾ വ്യക്തമാക്കുന്നത്. ഇങ്ങനെ വലിയ രീതിയിലുള്ള ഒരു അപകടം, വലിയൊരു ദുരന്തത്തിനാണ് ഇന്ന് ഉച്ചയ്ക്ക് 1:38 അഹമ്മദാബാദ് സാക്ഷ്യം വഹിച്ചത്. അല്പസമയത്തിനകം തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷയും അതേപോലെ തന്നെ കേന്ദ്ര വ്യോമയാന മന്ത്രി റാം മോഹൻ നായിഡുവും ഈ സംഭവ സ്ഥലത്തേക്ക് എത്തി. കൂടുതൽ വിശദാംശങ്ങൾ അതിനുശേഷം ഒരുപക്ഷെ ഔദ്യോഗികമായ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവരുന്നു. DGCA ഡയറക്ടറോട് ഇതിനോടകം തന്നെ വ്യോമയാന മന്ത്രാലയം നേരിട്ട് കാണാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ കൂടുതൽ ആരായാൻ വേണ്ടി ആയിരിക്കണം ഒരുപക്ഷെ നേരിട്ട് ഹാജരാകാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഒപ്പം തന്നെ ഇത് അന്ന് ഇപ്പോൾ ATCയിൽ ഉണ്ടായിരുന്ന മുഴുവൻ ആൾക്കാരുടെയും മൊഴി ഇതിനോടകം തന്നെ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ടീം DGCയുടെ ഈ ടീം പ്രത്യേകമായി നോട്ട് ചെയ്തു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ATCയിലുള്ള അന്നേരം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ ഈ അന്വേഷണ സംഘത്തിന് മുന്നിൽ വ്യക്തമാക്കി എന്നുള്ളതാണ്. അതായത് പറന്നുയർന്ന് അല്പസമയത്തിനകം തന്നെ മേഡേ കോൾ ലഭ്യമാകുന്നു. മേഡേ കോളിന് ശേഷം തിരിച്ച് അവരുമായി കോൺടാക്ട് ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ATC അധികൃതർ വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ പ്രാദേശികമായിട്ടുള്ള ആൾക്കാരോടും കാര്യങ്ങൾ തിരക്കി അറിയുന്നുണ്ട്. ഇതിനു പുറമെ ബ്ലാക്ക് ബോക്സ് കണ്ടെത്താൻ വേണ്ടിയുള്ള സെർച്ചിങ് നടപടികൾ പുരോഗമിക്കുകയാണ്. വിമാനത്തിന് ഏതു തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടായാലും ബ്ലാക്ക് ബോക്സിന് ഒരു തരത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. ഈ ലോക രാജ്യങ്ങളിലാകെ ഉണ്ടായ വിമാന അപകടങ്ങൾ പരിശോധിക്കുമ്പോൾ വളരെ ചുരുങ്ങിയ അപകടങ്ങളിൽ മാത്രമാണ് ഈ ബ്ലാക്ക് ബോക്സ് കിട്ടാതെ പോയിട്ടുള്ളത്. ബാക്കി മുഴുവൻ അപകടങ്ങളിൽ, വലിയ പൊട്ടിത്തെറി ഉണ്ടായിട്ടുള്ള അപകടങ്ങളിൽ പോലും ഈ ബ്ലാക്ക് ബോക്സ് ലഭ്യമാകുന്നുണ്ട്. സമാനമായ ഒരു അപകടം, വലിയ പൊട്ടിത്തെറി തന്നെയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ബ്ലാക്ക് ബോക്സിന് ഒരു തരത്തിലുള്ള കേടുപാടുകളും ഉണ്ടാകാനുള്ള ഇടയില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ബോക്സ് പരിശോധിക്കുമ്പോൾ എഞ്ചിൻ ഫെയിലിയർ ആണോ, അല്ലെങ്കിൽ ഏതെങ്കിലും പക്ഷികൾ തട്ടിയതാണോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണങ്ങളാണോ ഈ അപകടത്തിലേക്ക് നയിച്ചത് എന്ന് വ്യക്തമാകും. 2 പൈലറ്റുമാർ തമ്മിൽ അന്നേരം ആ വിമാനം പറത്തിയിരുന്ന കമാൻഡറും ഫസ്റ്റ് ഓഫീസറും തമ്മിൽ നടത്തിയ സംഭാഷണ ശകലങ്ങളായിരിക്കും ഈ കോക്പിറ്റിൽ നടത്തിയ സംഭാഷണ ശകലങ്ങൾ. അത് ഈ ബ്ലാക്ക് ബോക്സിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടാകും. അത് പരിശോധിക്കുന്നതോടുകൂടി അഭ്യൂഹങ്ങളെല്ലാം ഒഴിഞ്ഞ് എന്താണ് അപകട കാരണം എന്നുള്ളത് വ്യക്തമാകും. ഏതായാലും ഏറ്റവും ഒടുവിലായി രാജ്യത്ത് ഇത്തരം കൊമേഴ്ഷ്യൽ എയർക്രാഫ്റ്റുകൾ അപകടത്തിൽപ്പെടുന്നത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് 2020 എയർ ഇന്ത്യയുടെ IX-1344 എന്നുള്ള വിമാനം ഓഗസ്റ്റ് 7 അന്ന് കോഴിക്കോട് വിമാനത്താവളത്തിൽ വെച്ച് അപകടമുണ്ടായതാണ്. റൺവേയിൽ നിന്നും ഏതാണ്ട് 30 അടി താഴ്ചയിലേക്ക് തെന്നിമാറിയാണ് അന്ന് അപകടമുണ്ടായത്. അന്ന് നിരവധി പേർ മരിക്കുകയുണ്ടായി. 100 കണക്കിന് ആൾക്കാർക്ക് പരിക്കേൽക്കുകയും അതേപോലെ തന്നെ ഏതാണ്ട് 21 മരണങ്ങളുമായിരുന്നു അന്ന് റിപ്പോർട്ട് ചെയ്തത്. 2010 മംഗലാപുരത്ത് എയർ ഇന്ത്യയുടെ വിമാനം അപകടത്തിൽപ്പെട്ട് 158 പേർ അന്ന് മരിച്ചിരുന്നു. അതും ടേക്ക് ഓഫ് ചെയ്യാൻ നടത്തിയ ശ്രമങ്ങൾക്കിടയിൽ ആണ് അപകടമുണ്ടായത്. IX-812 എന്നുള്ള വിമാനമായിരുന്നു അന്ന് മംഗലാപുരത്ത് അപകടത്തിൽപ്പെട്ടത്.
അതുകൂടാതെ ബീഹാറിലെ പട്ടേൽ 60 പേരുടെ മരണത്തിനിടയാക്കിയ സംഭവമുണ്ടായി. അതിന് മുമ്പാണ് 96-ൽ 349 പേരുടെ അപകടത്തിനുണ്ടാക്കിയ സ്വതന്ത്രാനന്ദ ഭാരതത്തിലുള്ള ഏറ്റവും വലിയ വിമാന അപകടമുണ്ടായത്. അതിനുശേഷം ഇപ്പോൾ ഇത്രയും വലിയൊരു അപകടം ഈ സമീപകാലത്ത് രാജ്യത്തുണ്ടാകുന്നത് ഇതാദ്യമാണ് എന്നുള്ളതാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. രോഹിണി, അതോടൊപ്പം നന്ദൻ, DGCA എയർ ഇന്ത്യ സിഇഒയെ വിളിച്ചു വരുത്തും എന്നുള്ള അറിവുകൾ വരുന്നുണ്ട്. അന്വേഷണ സമിതി, ഒരു അന്വേഷണ പാനൽ രൂപീകരിച്ചു എന്നും അറിയാൻ കഴിയുന്നുണ്ടല്ലോ. ഔദ്യോഗികമായി ലഭിക്കുന്ന വിവരങ്ങൾ എങ്ങനെയാണ് ഇത് സംബന്ധിച്ച്? DGCAക്ക് ഈ ഇത്തരം എയർക്രാഫ്റ്റുകൾ അപകടത്തിൽപ്പെട്ടാൽ അത് അന്വേഷിക്കുന്നതിന് വേണ്ടിയുമായി പ്രത്യേക സമിതി തന്നെയുണ്ട്. എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ടീം എന്നുള്ളതാണ് അതിനെ അറിയപ്പെടുന്നത്. ആ ടീമാണ് ഇത്തരം അപകടങ്ങൾ അന്വേഷിക്കുക. അതായത് ഇത്തരം വിമാന ദുരന്തങ്ങളെ രണ്ടായി തിരിക്കാം, ആക്സിഡൻസ് എന്നും ഇൻസിഡൻസ് എന്നും. ഇൻസിഡൻസ് എന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ സംഭവങ്ങൾ, അതായത് വിമാനത്തിൽ പക്ഷി തട്ടുന്നതും അല്ലെങ്കിൽ താഴെ പാർക്ക് ചെയ്തിരിക്കുമ്പോൾ വാഹനങ്ങൾ തട്ടുന്നത് അടക്കമുള്ള ചെറിയ ചെറിയ സംഭവങ്ങൾ ഇൻസിഡൻസ് വിഭാഗത്തിലും, ഇത്തരം വലിയ സംഭവങ്ങൾ ആക്സിഡൻസ് വിഭാഗത്തിലുമാണ്. ഇൻസിഡൻസും ആക്സിഡൻസും ഒരേപോലെ അന്വേഷിക്കുന്നതാണ് ഈ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ടീം, DGCയുടെ പ്രത്യേക സംഘം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ സംഘമാണ് ഇപ്പോൾ ഈ അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുന്നത്. ഇത്തരം അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ പ്രാഥമികമായും അന്വേഷണം ഏറ്റെടുക്കുക ഈ DGCയുടെ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ടീമാണ്. ആ ടീമിന്റെ അംഗങ്ങൾ ഇതിനോടകം തന്നെ അഹമ്മദാബാദിൽ എത്തുകയും തെളിവുകൾ ശേഖരിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ബ്ലാക്ക് ബോക്സ് കണ്ടെത്തുകയാണ് ആദ്യ നടപടി. അതിനായിട്ടുള്ള ശ്രമങ്ങൾ ഇതിനോടകം തന്നെ ഈ പ്രത്യേക ടീം ആരംഭിച്ചു കഴിഞ്ഞു. ഇതിന് പുറമെ മറ്റ് അന്വേഷണങ്ങൾ ഉണ്ടാകാൻ സാധ്യതകളുണ്ട്. അതായത് സർക്കാർ തലത്തിലുള്ള മറ്റ് അന്വേഷണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ വേറെ നിലനിൽക്കുന്നു. ഏതായാലും 242 പേരുടെ മരണം ഇപ്പോൾ സ്ഥിരീകരിക്കാൻ കഴിയുന്നു. 242 പേർ, വിമാനത്തിൽ 230 യാത്രക്കാരും 12 ക്രൂവായിരുന്നു ഉണ്ടായിരുന്നത്. 10 പേർ ക്യാബിൻ ക്രൂ അംഗങ്ങളായിരുന്നു. അതിനകത്ത് സ്റ്റിവാർഡും എയർ ഹോസ്റ്റസും ഉൾപ്പെടുന്നു. അതിന് പുറമെയാണ് ഏതാണ്ട് 2 പൈലറ്റുമാരും കൊല്ലപ്പെട്ടിരിക്കുന്നത്. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കമാൻഡറും വിമാനത്തിന്റെ കമാൻഡറും അതേപോലെ തന്നെ ഫസ്റ്റ് ഓഫീസറുമാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അവർക്ക് ഒരു തരത്തിലും വിമാനം നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ വിമാനം ആൾപ്പാർപ്പില്ലാത്ത ജനവാസമില്ലാത്ത മേഖലയിലേക്ക് കൊണ്ടുപോകാൻ സാധിച്ചില്ല. അതാണ് ഈ ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതാണ്ട് ഈ ദുരന്തം ഒരു ഇരട്ട ദുരന്തം എന്ന് വേണം ഇതിനെ വിലയിരുത്താൻ. പ്രത്യേകിച്ച് ജനവാസ മേഖലയിലേക്ക് വന്ന് പതിച്ചപ്പോൾ ഈ മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് ഡോക്ടർമാർക്കടക്കം കാര്യമായി പരിക്കേൽക്കുകയും അവരുടെ മരണത്തിനിടയാക്കുകയും വലിയ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിന്റെ വ്യാപ്തി, ഇതിന്റെ തോത് അത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കേണ്ടിയിരിക്കുന്നു. അത് അല്പസമയത്തിനകം തന്നെ ഈ ആഭ്യന്തരമന്ത്രിയും വ്യോമയാന മന്ത്രിയും ചേർന്ന് ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാകുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. വിവിധ രാജ്യങ്ങൾ ഉള്ളവരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഭാരതത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിലുള്ളവരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇതിനോടകം തന്നെ ഈ അത്തരം രാജ്യങ്ങൾ കാനഡയാണേലും അതേപോലെ തന്നെ മറ്റ് ബ്രിട്ടൻ ഭരണകൂടമാണേലും അവരൊക്കെ പ്രത്യേക എംബസികൾ കേന്ദ്രീകരിച്ച് പ്രത്യേക കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട്. 169 ഭാരതീയരും 52 ബ്രിട്ടീഷ് പൗരന്മാരും ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുകൂടാതെ 11 കുട്ടികളുണ്ടായിരുന്നു. 2 നവജാത ശിശുക്കളടക്കം 11 കുട്ടികളുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഒരു കനേഡിയൻ പൗരനുണ്ടായിരുന്നു, 7 പോർച്ചുഗീസ് പൗരനുണ്ടായിരുന്നു. അങ്ങനെ പോർച്ചുഗീസ് ഭരണകൂടവും ബ്രിട്ടീഷ് ഭരണകൂടവും കനേഡിയൻ ഭരണകൂടവും പ്രത്യേക കൺട്രോൾ റൂമുകൾ ഇതിനോടകം തന്നെ തുറന്നു കഴിഞ്ഞു. ഏതെങ്കിലും തരത്തിൽ യാത്രക്കാർക്ക് അല്ലെങ്കിൽ ബന്ധുക്കൾക്ക് വിവരങ്ങൾ ആരായാൻ ആ കൺട്രോൾ റൂമുകൾ വഴിയും ബന്ധപ്പെടാം. അതുകൂടാതെ എയർ ഇന്ത്യയും DGCയും പ്രത്യേകം കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട്. ഈ അഹമ്മദാബാദ് വിമാനത്താവളത്തിന് പുറത്ത് ഹെൽപ്പ് ലൈൻ ഡെസ്കുകൾ ആരംഭിച്ചു. യാത്രക്കാരുടെ ബന്ധുക്കൾക്ക് വിവരങ്ങൾ നേരിട്ടെത്തി ആരായാനുള്ള സംവിധാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ഇനി അടുത്ത കടമ്പ മൃതദേഹങ്ങൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. സ്വാഭാവികമായും ഒരു വലിയ അഗ്നിഗോളത്തിൽ നിന്നും ആണ് ഈ മൃതദേഹങ്ങൾ ലഭിച്ചത്. ഭൂരിഭാഗം മൃതദേഹങ്ങളും അത് വെന്ത് കരിഞ്ഞ് ഏതാണ്ട് ഒരു കരിക്കഷ്ണം അല്ലെങ്കിൽ മരത്തടികൾ കത്തിക്കിടക്കുന്ന രീതിയിലുള്ള അത്തരമൊരു അവസ്ഥയിലാണ് ഈ മൃതദേഹങ്ങൾ പലതുള്ളത്. അതുകൊണ്ട് തന്നെ അത് തിരിച്ചറിയുക എന്നുള്ളത് വളരെ ദുഷ്കരമാണ്. DNA പരിശോധന അടക്കം ആവശ്യമുണ്ട്. ബന്ധുക്കളുടെ വിവരങ്ങൾ തേടി DNA പരിശോധനയിൽ അടക്കം കടന്നാൽ മാത്രമേ ഈ മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ സാധിക്കൂ എന്നുള്ളതാണ്. മൃതദേഹ അവശിഷ്ടങ്ങൾ പലതും ഇപ്പോഴും ഈ ഭാഗങ്ങളിൽ ചിന്നിച്ചിതറി കിടക്കുകയാണ്. ഈ വലിയ സ്ഫോടനമുണ്ടായി വിമാനത്തിലുണ്ടായിരുന്നവർ ആ സ്ഫോടനത്തിന്റെ ഇരകൾ കൂടിയായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് ഈ സ്ഫോടനത്തിൽ പലരുടെയും ശരീരഭാഗങ്ങൾ പല മേഖലകളിലായി തെറിച്ചുപോയി. വിമാനത്തിന്റെ ഭാഗങ്ങൾ തെറിച്ചതുപോലെ തന്നെ ശരീരഭാഗങ്ങളും പല മേഖലകളിലായി തെറിച്ചുപോയി എന്നുള്ളതാണ്. ഏതാണ്ട് 1 ലക്ഷത്തോളം ലിറ്റർ ഫ്യൂവൽ
ഫ്യൂവലാണ് കത്തിയിരിക്കുന്നത്. സാധാരണ ഈ ഏവിയേഷൻ നിയമപ്രകാരം രാത്രി, അതായത് എവിടെ നിന്ന് നമുക്ക് എങ്ങോട്ട് പറക്കണമോ അതിന് ആവശ്യമായ ഇന്ധനം പകൽ സമയത്താണെങ്കിൽ അത് അരമണിക്കൂർ കൂടി അധികം പറക്കാനുള്ള ഇന്ധനം കരുതും. രാത്രി സമയങ്ങളിലാണെങ്കിൽ 1 മണിക്കൂർ അധികം പറക്കാനുള്ള ഇന്ധനം കരുതും. അതായത് നമുക്ക് എവിടെയാണോ ചെല്ലേണ്ട നമ്മുടെ ഡെസ്റ്റിനേഷൻ അതിനാവശ്യമായ ഇന്ധനത്തിന് പുറമെ ഏതെങ്കിലും അടിയന്തര സാഹചര്യം ഉണ്ടായാൽ, കൂടുതൽ പറക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ അതിനെ നേരിടുവാൻ വേണ്ടി രാത്രികാലങ്ങളിൽ പറക്കുന്ന വിമാനങ്ങൾ 1 മണിക്കൂർ നേരം അധികം പറക്കാനുള്ള ഇന്ധനവും പകൽ സമയങ്ങളിൽ പറക്കുന്ന വിമാനങ്ങൾ അരമണിക്കൂർ കൂടുതൽ പറക്കാനുള്ള ഇന്ധനവും കരുതിയാണ്, അതായത് ഇന്ധന ശേഖരവുമായാണ് ഈ വിമാനങ്ങൾ പറന്നുയരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ദുരന്തത്തിന്റെ വ്യാപ്തി പറന്നുടനെ തന്നെയാണ് ഈ വിമാനം അപകടത്തിൽപ്പെട്ടത്. അതുകൊണ്ടാണ് വിമാനത്തിൽ ഇത്രയും ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചത്. ഈ ATF ഏവിയേഷൻ ടർബൈൻ ഫ്യൂവൽ പൂർണ്ണമായും ഒരു സ്ഫോടനത്തോടുകൂടി കത്തുകയായിരുന്നു. അങ്ങനെയാണ് ഈ ദുരന്തം ഇത്രയും വ്യാപ്തി ഉണ്ടായത്. ഒരുപക്ഷെ ഈ വിമാനത്തിന് തീപിടിക്കാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഈ പൈലറ്റുമാർക്ക് ഈ വിമാനം കടലിലേക്കോ അല്ലെങ്കിൽ മറ്റ് ജലസ്രോതസ്സുകളിലേക്കോ എത്തിച്ച് ലാൻഡ് ചെയ്യാൻ സാധിച്ചിരുന്നെങ്കിൽ ഇത്രമാത്രം ഒരു ആഘാതം ഉണ്ടാകില്ല എന്നുള്ളതാണ് ഏവിയേഷൻ വിദഗ്ധർ, ഇതുമായി ബന്ധപ്പെട്ട വ്യോമയാന വിദഗ്ധർ മറ്റും ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ അത്തരം ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 625 അടിയിൽ വെച്ച് തന്നെ ഈ അപകടമുണ്ടായി. കൂടുതൽ മുന്നോട്ട് പറക്കാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ യന്ത്ര തകരാറെന്ന് തന്നെ വേണം ഒരുപക്ഷെ കരുതാൻ. എങ്ങനെ ഇനി യന്ത്ര തകരാർ ഉണ്ടായി എന്നുള്ളതാണ് അറിയേണ്ടിയിരിക്കുന്നത്. ഏതെങ്കിലും പക്ഷികൾ ഇടിക്കാനുള്ള സാധ്യതകൾ, അങ്ങനെയും യന്ത്ര തകരാർ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. ഏതായാലും പറന്നുയരുന്നത് വരെ വിമാനത്തിന് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് എയർ ഇന്ത്യ അടക്കം വ്യക്തമാക്കുന്നത്. അങ്ങനെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ യാത്ര റദ്ദാക്കിയേനെ എന്നുള്ളതാണ് പ്രധാനമായും ഏവിയേഷൻ, അല്ലെങ്കിൽ അതാണ് പൊതുവെ അതിന്റെ ഒരു പ്രൊസീജിയർ എന്നുള്ളത്. ഒരു തരത്തിലുള്ള റിസ്ക് എടുത്തും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഭാഗപ്പിഴകളുണ്ട് എന്നാൽ അത് പിന്നീട് ശരിയാക്കാം, ഇപ്പോൾ യാത്ര നടക്കട്ടെ എന്നുള്ള അത്തരം ഒരു വീക്ഷണം അല്ലെങ്കിൽ അത്തരം ഒരു ചിന്താഗതി അല്ല ഏവിയേഷനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഈ മേഖലയെ സംബന്ധിച്ചിടത്തോളം. മറിച്ച് ഏതെങ്കിലും തരത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ യാത്ര തന്നെ റദ്ദ് ചെയ്തുകൊണ്ട് വിമാനത്തിന്റെ പോരായ്മകൾ പരിഹരിച്ചതിന് ശേഷം മാത്രം അത് പിന്നീട് അത് സർട്ടിഫൈ ചെയ്ത് ടെക്നിക്കൽ വിദഗ്ധർ അത് സർട്ടിഫൈ ചെയ്തതിനു ശേഷം മാത്രമായിരിക്കും വിമാനത്തിന് പറക്കാനുള്ള അനുമതി നൽകുക. അതിനുവേണ്ടി പ്രത്യേകിച്ച് ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷന്റെ കീഴിൽ എയർ വർത്തിനെസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന പ്രത്യേക ഒരു വിഭാഗമാണ് അത് കൈകാര്യം ചെയ്യുന്നത്. എയർ വർത്തിനെസ് ഡിപ്പാർട്ട്മെന്റ് വിഭാഗം വ്യക്തമാക്കുന്നതനുസരിച്ച് വിമാനത്തിന് യാതൊരുവിധ കേടുപാടുകളും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്.